ഹലോ നമസ്കാരം, മിനി റീഡിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് യൂണിവേഴ്സ് ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം? ഓക്കെ, നമുക്ക് ആദ്യം തന്നെ സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ഏറ്റവും ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ പറയുന്നു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഓക്കെ, സമാധാനത്തോടെ ആയിരിക്കുക, അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സമാധാനത്തിനാണ്. നിങ്ങൾ എത്രത്തോളം പീസ്ഫുൾ ആയിരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ വരാനിരിക്കുന്ന കാലത്തെ പറ്റിയിട്ട് പോസിറ്റീവായി ചിന്തിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ ഹീലിംഗിലും ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സന്ദർഭങ്ങൾ, ഓർമ്മകളിൽ നിന്നൊക്കെ, വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു ഗ്രീവിംഗ് സ്റ്റേജിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട സമയമായി. നിങ്ങൾ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നു കഴിഞ്ഞു. ഇനിയും ആ എനർജിയിൽ ഇരിക്കാൻ നിങ്ങൾ പാടില്ല. കാരണം കൂടുതൽ ആ ഒരു എനർജിയിലിരിക്കും തോറും നിങ്ങളിൽ ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും കൂടും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലാണ് ശക്തമായിട്ട് വരിക. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ട്രാപ്ഡ് ആവും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, മുന്നിൽ അവസരങ്ങൾ ഉണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. എത്ര ഐഡിയാസ് ഉണ്ടായാലും അത് നിങ്ങളുടെ എന്താ പറയാ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ് നിങ്ങളിൽ ശക്തിപ്പെടും. അപ്പൊ അത് വരാതിരിക്കാനാണ് നിങ്ങളോട് പറയണത്. ആ ഒരു കഴിഞ്ഞ കാലത്തിലെ ജീവിച്ചത് മതി. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചത് മതി. ഇനി ഭാവിയെ കുറിച്ച് പ്രതീക്ഷയോടെ ചിന്തിക്കുക. അതിന്റെ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയണത്. അങ്ങനെ പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലെ ആത്മവിശ്വാസം കൂടും, നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി കൂടും, നിങ്ങൾ കൂടുതൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. 0202 എന്ന നമ്പർ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടു കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷമോ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ ഉറപ്പോടെ, ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പോടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സ്വയം അത് ക്രിയേറ്റ് ചെയ്യാൻ യൂണിവേഴ്സും നിങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു നിങ്ങളുടെ യാഥാർത്ഥ്യത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ആദ്യം തന്നെ എന്താ വേണ്ടത്? നിങ്ങൾ ഈ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ആ ഒരു ഗ്രീവിംഗ് എനർജിയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. അതിൽ നിന്ന് വെറുതെ മൂവ് ഓൺ ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾ അതിൽ ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തെങ്കിലും ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഓക്കെ, അപ്പൊ ആ മനസ്സമാധാനം തകർക്കുന്ന ഒന്നിനെയും നിങ്ങൾ അടുപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. അത് വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഓർമ്മകളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സമാധാനത്തിനാണ് ടോപ്പ് പ്രയോറിറ്റി. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതേസമയം തന്നെ ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷയോടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം തനിയെ കൂടുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഞാൻ കേൾക്കുന്നത് നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം സോൾവിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളായിരിക്കും സിറ്റുവേഷനിൽ പുറത്തു കടക്കാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. അത് പറ്റും. ആ ഒരു നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും, ഇരട്ടി ശക്തിയിൽ തിരിച്ചു വരും. പക്ഷെ ഈ പറയുന്ന മാറ്റം ഉണ്ടാവണം. അതിലൂടെ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകാനും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനും അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ അത് അനുഭവിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൽ. സറണ്ടർ യൂണിവേഴ്സ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഈ പറഞ്ഞ കാര്യം ചെയ്യാനാണ്. അത് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്.
മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എന്താണ് യൂണിവേഴ്സിനെ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനോട് ഇപ്പോൾ പറയാനായിട്ടുള്ളത്? അവരോട് എന്താണ് ഇപ്പോൾ യൂണിവേഴ്സിനെ പറയാനായിട്ടുള്ളത്? ഓക്കെ, പേജ് ഓഫ് സോർഡ്സ്. നിങ്ങളോട് വളരെയധികം നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നു. നിങ്ങൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നത്? ക്ലാരിഫൈ ദ കിങ് ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധ കൂടുതൽ കൊടുക്കാനായിട്ട് പറയുന്നത്? ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അവസരം, അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം ഉണ്ടെന്ന് കാണുന്നു. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കേട്ടോ. കരിയറിൽ കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിനും കൂടുതൽ ഒരു നിലനിൽപ്പ് ഉണ്ടാവുന്നതിനും നിങ്ങൾക്ക് ആ ഒരു വളർച്ച കൊണ്ടുവരുന്നതിനും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ അവസരത്തിന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ അത്രയും ഫോക്കസ്ഡ് ആയിരിക്കണം, അത്രയും ശ്രദ്ധ കൊടുക്കണം. അപ്പോഴേ നിങ്ങൾ ഈ അവസരത്തിന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നിങ്ങൾക്ക് ഒരുപാട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ കരിയറിൽ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കുന്നതിനും കുറേയും കൂടെ ഒരു സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്ക് കടക്കുന്നതിനും സമാധാനം നിറഞ്ഞ ഒരു കരിയർ ഉണ്ടാകുന്നതിനും ഗ്രോത്ത് ഉള്ള ഒരു കരിയർ ഉണ്ടാകുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. അങ്ങനെയും കൂടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ സാധിക്കും. ഓക്കെ, പക്ഷെ ഇതൊരു ഹിഡൻ എനർജിയിലായിരിക്കണം. ഇപ്പൊ അതായത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ കണ്ണിൽ പെടാതെ ഈ ഓപ്പർച്യൂണിറ്റി പോവും. അങ്ങനെ ഒരു എനർജിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ളത്. ഓക്കെ, ഒരു ഹിഡൻ എനർജിയാണ്. ഞാൻ 717 എന്ന നമ്പർ ആണ് പറഞ്ഞപ്പോ കണ്ടത്. ക്ലാരിഫൈ ദ 4 of Pentacles. യെസ്, കണ്ടോ? ഇത് പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾ ഇതിന് ശരിക്കും സ്വീകരിച്ച് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 of Pentacles ആണ് അതിന്റെ എൻഡ് റിസൾട്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് അത്രയും അധികം അതിലൂടെ ഗുണം ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അതുപോലെ ജോലിയിലും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും എല്ലാം. മാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് കടക്കാനും ഇത് സഹായിക്കുമെന്ന് കാണുന്നു. നിങ്ങളുടെ അതായത് ഒരു പാസ്റ്റ് ഡ്രീം ഫുൾഫിൽമെന്റ് ആണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചു നാൾ മുൻപ് നിങ്ങൾ കരിയറിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യം അതുമായി ബന്ധപ്പെട്ടതാണ് ഈ അവസരം എന്ന് കാണുന്നു. ഓക്കെ, ആ അതായത് കുറച്ചു നാൾ മുന്നേ പാസ്റ്റിലത്തെ ഒരു ഡ്രീം കമ്മിങ് ടു റിയാലിറ്റി, സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു അവസരം. ഇതൊരു ക്ലൂ പോലെയാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. യെസ്, ഒരുപക്ഷെ ഇതൊരു ഡിസ്റ്റന്റ് ലൊക്കേഷനിൽ നിന്നായിരിക്കാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ യാത്ര ഉണ്ടാകാം. പക്ഷെ ദിസ് ഈസ് സംതിങ്, ഇത് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളിലേക്ക് ഒരുപാട് അബണ്ടൻസ്, എല്ലാ തരത്തിലുള്ള സമൃദ്ധി നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കെൽപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണുന്നു. അതിനെ സ്വീകരിക്കുക. ലോങ് ടേം ആണ്, ഇതൊരു പെർമനന്റ് എനർജിയാണ്. ദിസ് ഇസ് സംതിങ് ന്യൂ. അതായത് റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് 7 of Wands കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്, പണ്ട് ആഗ്രഹിച്ചതാണ്, പക്ഷെ അതിപ്പോഴാണ് വരുന്നത്. പക്ഷെ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ റെഡി ആവണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും, അത് പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ധൈര്യപൂർവ്വം അതിനെ സ്വീകരിച്ച് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഗുണം ഉണ്ടാവുക. ബി ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ്. ഇത് ഓൺലൈനിലൂടെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയുന്നത്. നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.